പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി രാവിലത്തെ ചായയുടെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്പവും ചെറുപയർ വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. പിന്നെ അരി അരച്ച ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അരി അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിലോട്ട് സോഡാപ്പൊടിയോ അതുപോലെ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല. നല്ല സോഫ്റ്റുള്ള അപ്പമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കൂട്ടാൻ ചെറുപയർ വെച്ചിട്ടുള്ള നല്ലൊരു ടേസ്റ്റി കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ടും നല്ല ഒരു അടിപൊളി കോംബോ ആണ് കേട്ടോ. പിന്നെ ഈ അപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഓയിലൊന്നും ചേർക്കാതെയാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അപ്പം തയ്യാറാക്കാനുള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ ഇത് തലേ ദിവസം കുതിർത്ത് വെച്ച അരിയാണ്, പച്ചരിയാണ്. തലേന്ന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഇത് രാവിലെയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. 2 കപ്പ് റേഷൻ പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ പച്ചരിയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ കഴുകിയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് 2 കപ്പ് പച്ചരിയിലോട്ട് ഒരു 1.5 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക ചെയ്യാം. പക്ഷേ അരിയിലേറെ കുറച്ച് കുറവാക്കിയിട്ട് ചോറ് ചേർക്കുകയാണ് നല്ലത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് തേങ്ങ ചിരവിയതാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് തേങ്ങ അതിൻ്റെ പകുതി മതിയാവും. ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കട്ടോ. അപ്പം ഇനി തേങ്ങ ചിരവാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അതിന് പകരമായിട്ട് ഇത് അരക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് പാകത്തിനുള്ള ഉപ്പാണ്. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മധുരത്തിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, നല്ലൊരു ടേസ്റ്റ് വരും ഈ പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ. ഇനി വേറെ ഒന്നും ഇതിലോട്ട് ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കുകയേ വേണ്ടുള്ളൂ. അരച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ വെള്ളപ്പത്തിൻ്റെ മാവില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. കുറച്ചൊരു കുറുന്നനെയാണ് വേണ്ടത്. നമ്മൾ നീർദോശയുടെ പോലെ നല്ല വെള്ളം പോലെ ഉള്ള മാവല്ല വേണ്ടത് കേട്ടോ. നമ്മൾ വെള്ളപ്പം പാലപ്പത്തിനൊക്കെ ഉള്ള മാവില്ലേ, ആ ഒരു പരുവത്തിലാണ് നമുക്കത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം പറന്നിട്ട് അരച്ചെടുക്കുക. ഈ ഒരു രീതിക്കാണ് കേട്ടോ വേണ്ടത് മാവ്. വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം. വെള്ളം കുറയാനും പാടില്ല. ഇഡ്ഡലി മാവിനില്ലാതെ കുറച്ചുകൂടി ലൂസായിട്ടാണ് വേണ്ടത്. നമ്മൾ വെള്ളപ്പത്തിൻ്റെ മാവ് തന്നെ, വേറെ ഒന്നുമില്ല ഇതിൽ പറയാൻ. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ അരയണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് അരയണം. നമ്മളിപ്പോൾ വെള്ളപ്പത്തിനൊക്കെ അരക്കുന്ന പോലെ തന്നെ ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ തേങ്ങ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോറും അരിയും ഇതുപോലെ മിക്സാക്കി ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം പഞ്ചസാരയും ഉപ്പും ചേർക്കുക അരക്കുന്ന സമയത്ത്. ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. വേറെ ഒന്നും ചേർക്കണ്ട. അങ്ങനെ ആകുമ്പോഴും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വേറെ ടേസ്റ്റ് ചെയ്യിക്കാനും തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ചെയ്യിക്കാനും. ഇപ്പോൾ തേങ്ങ ചിരവിയെടുക്കാനൊക്കെ മടിയുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ 10 15 അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചപ്പാത്തി തവ ചൂടാക്കിയിട്ട് നമുക്കിതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. ചപ്പാത്തി തവ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെറിയ ദോശയായിട്ട് ചുട്ടെടുക്കുമ്പോൾ നല്ല കാണാനും ഭംഗിയാണ്, കഴിക്കാനൊക്കെ നല്ലൊരു സുഖമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാർട്ടിക്കൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ദോശയാണ് കേട്ടോ ഇത്. നമുക്കൊരു പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഒരു ഐറ്റംസ് ആയിട്ട് ഇത് വെച്ച് കൊടുക്കാം. ചെറിയ ദോശ ആയതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാനും സുഖമായിക്കാരം. വെള്ളപ്പത്തിന് പിന്നെ പകരമായിട്ട് ഈ ഒരു അപ്പം തയ്യാറാക്കിയാൽ മതി. വെള്ളപ്പം ആകുമ്പോൾ ചിലർക്ക് ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ഒന്നും പറ്റൂല. അപ്പോൾ അങ്ങനെ വേറെ ഒരു ടേസ്റ്റാണല്ലോ വെള്ളപ്പത്തിന്, ഈസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ. അപ്പോൾ ചിലർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അപ്പം ആകുമ്പോൾ ചിക്കൻ കറിയുടെ കൂടെയും മട്ടൻ കറീൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. വെജിറ്റബിൾ കറിയുടെ കൂടെയൊക്കെ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഹോൾസൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ കിടന്നിട്ട് വേവും. ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും കേട്ടോ. ഇനി അത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണമെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് നോക്കിയെന്നുള്ളൂ. അപ്പോൾ ഇത് നല്ല ഹോൾസൊക്കെ വന്നിട്ട് നല്ല ഒരു സോഫ്റ്റുള്ള ദോശ. ഇതൊരു ദോശ നമുക്ക് വൈകുന്നേരം പിന്നെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ആവുന്നില്ല കേട്ടോ. ഒരു ബലം വെക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇത് ചുടാൻ എളുപ്പമാണ്. നമ്മൾ നീർദോശയൊക്കെ ചുടുമ്പോൾ ഓരോന്ന് ചുട്ടെടുക്കുമ്പോൾ ഭയങ്കര പ്രയാസമല്ലേ, കുറേ ടൈം എടുക്കുമല്ലോ, കുറേ ഗ്യാസ് കുറേ സമയത്ത് കത്തേണ്ടി വരും. ഇതാകുമ്പോൾ ഇതുപോലെ ചപ്പാത്തി തവ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് 4 എണ്ണം തന്നെ ഒരുമിച്ച് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും കേട്ടോ ഇതുപോലെ ചുട്ടെടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയാണ്. ഞാനിപ്പോൾ നീർദോശ ഉണ്ടാക്കാറില്ല, ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കാറുള്ളത്. പിന്നെ ഇതിൽ നമുക്ക് തേങ്ങ ചിലവാൻ മടിയുള്ള ദിവസം വെളിച്ചെണ്ണ ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. തേങ്ങ ചിലവിയത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ തേങ്ങ ഇട്ടിട്ട് തയ്യാറാക്കുന്നതിന് തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്.
അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് ഇതിലോട്ടൊരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുപയർ നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അത് ഞാനൊരു കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലോട്ടൊരു 4 പച്ചമുളകും പിന്നെ അതുപോലെ കുറച്ച് വെളുത്തുള്ളി മാത്രമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. വെളുത്തുള്ളിയും പച്ചമുളകും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കിയതായിരുന്നു. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ തുറന്നിട്ട് ഞാൻ ഇതിലോട്ട് ഒരു 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കറി വേണ്ടത്. ഓവർ ലൂസാക്കണ്ട കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയർ കറിയാണ്. പിന്നെ ഇത് നമുക്ക് ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകുന്ന സമയത്ത് കടുകും കറിവേപ്പിലയും കുറച്ച് ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് വറവിട്ട് കൊടുക്കാം. ഒരു അത്യാവശ്യം നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ്. ചെറുപയറൊക്കെ ഇഷ്ടമാവുന്നവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. ചെറുപയർ കറിയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാലും നമ്മൾ ആ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്നതിലേറെ ടേസ്റ്റാണ്. ഇതിൽ വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ടാണ് ഞാൻ ചെറുപയർ വേവിച്ചിട്ടുള്ളത്. വേവിച്ചതിന് ശേഷം 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു. പിന്നെ ഇതുപോലെ ഒന്ന് വറവിടുന്നുണ്ട്, അത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഒരു തേങ്ങാപ്പാൽ പിയുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ കാര്യമായിട്ട്. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറിയും അപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നാളെ തന്നെ തയ്യാറാക്കിക്കോളൂ. ഈ ഒരു അപ്പം നമുക്ക് ചിക്കൻ കറിയുടെയും അതുപോലെ ബീഫ് കറി ഏത് കറിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. ഈ അപ്പം നല്ലൊരു സോഫ്റ്റാണ്, കണ്ടോ, നല്ലൊരു സോഫ്റ്റാണ്. ഫുൾ ഹോൾസൊക്കെ വന്നിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. നമ്മൾ വെള്ളപ്പത്തിലേറെ ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ഈസ്റ്റിൻ്റെ കുത്തലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ പോലും വെറും തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി കുട്ടികൾക്ക്. അതിലിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.